നമ്മളന്ന് നട്ട പച്ചക്കറികൾ എന്തോരായെന്ന് അറിയണ്ടേ. ദേ അന്ന് നട്ട തക്കാളി തൈയൊക്കെ ഇത്രയുമായിട്ട് വന്നിട്ടുണ്ട്. ഞാനതിനെ കുറച്ച് കോലൊക്കെ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് നനയ്ക്കാനായിട്ട് ഓസ് ഇങ്ങനെ പതുക്കെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം അറ്റം വരെ പൊക്കോളൂ കേട്ടോ. നമ്മൾ തൈകൾ നട്ട് പെട്ടെന്ന് തന്നെ അത് വളരണുണ്ട് കേട്ടോ. ഇപ്പോൾ 2-3 മഴ കിട്ടിയില്ലേ, വേനൽ മഴ. എനിക്ക് തോന്നുന്നു ആ മഴ കിട്ടിയപ്പോഴാണ് ഇത് കൂടുതൽ നല്ല ഉഷാറായിട്ട് വളരുന്നതെന്ന്. ഞാനിതിന് 2 നേരം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുന്ന സമയത്തും ഇത്രയ്ക്ക് അങ്ങോട്ട് വളർച്ച ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു മഴ കിട്ടിയപ്പോഴാണ് ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ വളരാൻ തുടങ്ങിയത്. അങ്ങനെ കുറേശ്ശെയായിട്ട് ഓരോ ഭാഗത്ത് ഇങ്ങനെ വെള്ളം നിർത്തി കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ ഒരു പ്രധാന പ്രശ്നമുണ്ടല്ലോ, പുല്ല്. അപ്പോൾ ആ പുല്ലിനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഉപകരണമാണ് ഇത്. എന്തായാലും ഇത് ഹെൽപ്ഫുള്ളാണ്. കുറേയൊക്കെ പുല്ല് പോകുന്നുണ്ട്. ഇങ്ങനെ പുറം ഭാഗത്തുള്ള പുല്ലുകൾ പോവും. നമ്മുടെ ഈ ചെടി നട്ടിരിക്കുന്ന ഭാഗത്തെ പുല്ലൊന്നും ഇത് വെച്ച് കളയാൻ പറ്റില്ല. ചെടി നട്ടിരിക്കുന്ന ഭാഗത്തെ പുല്ലൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ പറിച്ച് കളയണം. എന്തായാലും ഇതൊരു ഉപകാരപ്പെട്ട സാധനമാണ് കേട്ടോ ഇത്. ഇതുകൊണ്ട് ഞാൻ കുറേ പുല്ലൊക്കെ പറിച്ച് കളഞ്ഞേ. നമ്മൾ മിക്കപ്പോഴും എല്ലാ ദിവസവും പോകാറുണ്ട്. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം ഈ നല്ല മഴയൊക്കെ വന്ന ഒരു ടൈമിലുണ്ടല്ലോ, അപ്പോൾ നനയ്ക്കേണ്ടാത്ത അങ്ങനെ വരുന്ന ഒരു സമയങ്ങളിലൊക്കെ മാത്രം 1-2 പ്രാവശ്യം പോവാതിരുന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇതിൻ്റെ വീഡിയോസ് അങ്ങനെ അധികം ഇടാറില്ലാത്തത് കേട്ടോ. തക്കാളിക്ക് ഒരു കോല് മാത്രം അങ്ങനെ കുത്തി വെച്ചിട്ട് പോയതാണ്. പിന്നെ അതിന് വള്ളിയൊന്നും കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ഒന്ന് വലുതാവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താണ്. ഇപ്പോൾ കറക്റ്റ് സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതേ വാഴയുടെ നാരെടുത്തിട്ട് എല്ലാത്തിനും ഒന്ന് കെട്ടി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ സമയം പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ചെടികളുടെ കാര്യമാവട്ടെ, വീട്ടിലെ ഗാർഡൻ നോക്കുന്നതാവട്ടെ, ഈ പച്ചക്കറികളുടെ കാര്യമാവട്ടെ, എന്തോ ആവട്ടെ, ഈ വക പരിപാടികൾക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം പോണത് നമ്മൾ അറിയേയില്ല. ഏറ്റവും കൂടുതലും ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ മൈൻഡ് സെറ്റുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ കൃഷിയും അതുപോലെ പൂക്കളും ചെടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്ക് നിൻ്റെ ചുറ്റും കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കമൻറ്റിലൂടെയും എനിക്ക് കുറേ പേര് സ്നേഹം അറിയിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.